ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ പറയണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ കാലമായിട്ടുള്ള ഒരാഗ്രഹമാണ് ഒരു ഓഫ് റോഡിങ്ങിന് പറ്റിയൊരു വണ്ടി വേണമെന്ന്. നമ്മളിലാണ് അങ്ങനത്തെ ഒരു വണ്ടി പോലുള്ള അങ്ങനെ പറ്റിയത്. നമുക്കാകെയുള്ളൊരു ബെൻസും M5 പിന്നെ നമ്മളൊരു BMW ആണ്. ഇതൊന്നും നമുക്ക് ഓഫ് റോഡിന് പറ്റിയൊരു വണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പുതിയൊരു ചെറുക്കനിറക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഇതിലാച്ചാൽ നമ്മുടെ സ്വന്തം ഐഡൻറ്റിറ്റിയായ നമ്മുടെ സ്വന്തം പോളോയിലാണ്. അപ്പോൾ ചെക്കനൊക്കെ ഗ്യാരേജിൽ കയറ്റിയിട്ട് കുറേ കാലം ഇന്നാണിപ്പം ഒന്ന് ഇറക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വണ്ടി വരുന്നത് നമ്മുടെ ഡെസേർട്ടിലാണ്. നമ്മൾ ക്യാമറയും കാര്യം ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഡെസേർട്ടിൽ നിന്ന് തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്ന് വെച്ചാൽ എല്ലാവരെയും കൂട്ടി റിവീൽ ചെയ്യാമെന്നാണ്. ബട്ട് അതൊരു വേണ്ട, എനിക്ക് കുറച്ച് ഒരു ഇതില്ലാത്തൊരു മൂഡില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെ പോളോ ഇവന് കൊണ്ടുപോകണ കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ റിവീലിങ് പിന്നെ ഇറക്കുന്ന സമയത്തൊക്കെ പോണ വണ്ടി ഏതാ വെച്ചാൽ നമ്മുടെ ഈ വണ്ടി വെച്ചിട്ട് M5 വെച്ചിട്ടാകുമ്പോൾ പോക്ക്. അപ്പോൾ പോളോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവന് ചെറിയൊരു പണിയുണ്ട്. എന്താ പണി വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഗ്ലാസ്സിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് ഉണ്ട്. അപ്പോൾ അവന്മാരെ വർക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്റ്റിക്കർ വർക്ക്. ഗൈസ്, എൻ്റെ അടുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കട്ടായി. നമ്മളപ്പോഴത്തേക്ക് ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി മെല്ലനെ ഈ ഒരു സൈഡിലേക്ക് കയറ്റാം. അവന്മാരെന്തെങ്കിലും മെക്കാനിക് ഉണ്ട് അതുകൂടി ചെയ്യട്ടെ. കാരണം ഈ വണ്ടി ഇപ്പുറത്തിട്ട് 1 to 2 months എങ്ങാണ്ട് ആവാനായി. അപ്പോൾ പണിയാവാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. എന്തായാലും പണിയാവാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്ക്. അപ്പോൾ ഇവിടെ നല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അവിടെ കൊണ്ടുവരും നമുക്ക്. എന്നിട്ട് നമുക്ക് വണ്ടി ഇവിടെ വെള്ളം കൊണ്ടുപോയി നിർത്തിയിട്ട് നമുക്ക് അപ്പുറം സൈഡിൽ കൂടെ കയറാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഡോറുണ്ട്. ആ ഡോർ ലോക്കഡ് അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ കയറാം. വണ്ടി എന്തായാലും ഇവിടെ ഇറക്കിയിട്ട് വല്ല നടക്കാം. സെക്കൻഡ് ആ ഒരു ലുക്കും കാര്യങ്ങൾ നോക്കുക. കുറേ കാലത്തിന് ശേഷം ഇറക്കിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി സർവീസ് ചെയ്ത് വണ്ടി ഫുള്ള് നമ്മൾ ഷോറൂമിൽ കയറ്റിയിട്ടാണ് ഫുള്ള് സർവീസ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് സ്റ്റിക്കർ വർക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെല്ലനെ അവിടെ പോവാം. സ്റ്റിക്കർ വർക്ക് ഇവിടെ നിന്ന് ചെയ്യാം. കാരണം ഒരു നല്ല ക്ലീൻ സ്പെക്കാക്കിയിട്ടാണ് നമുക്ക് സ്റ്റിക്കർ വർക്കും കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡോർ ഉണ്ടല്ലേ, ആ ഡോർ തുറന്ന് നമ്മളെ ചെക്കനെ കാണും. നമുക്ക് മെല്ലനെ എന്തായാലും അങ്ങോട്ട് കയറാം. ആ ഡോർ തുറക്കണ ഭാഗം ചെറിയൊരു ASMR വിചാരിച്ചു. കട്ടക്കണ്ണ കണ്ടില്ലേ? ആരാ നോക്കിയ ഗൈസ്? ഗൈസ് ആ പുറക് ഭാഗം നിങ്ങളൊന്ന് നോക്ക്. എമ്മാരി വർക്കോ ഗൈസ്. പുറകൊക്കെ നല്ല കത്തിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് ക്രേസി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വർക്കാണ്. നമ്മളെ പേരും കാര്യങ്ങളും ചെയ്തിട്ട് ചെറിയൊരു ഐഡൻറ്റിറ്റി. കാരണം നമ്മൾ ടഫാക്കി അങ്ങനെ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയൊരു വർക്കാണ് പ്ലാൻ ചെയ്തത്. എന്തായാലും ഓഫ് റോഡ് പോകുമ്പോൾ ഈ വണ്ടി പൊളിയും. അപ്പം പോയി ഇനിയിപ്പോൾ അപ്പുറം സൈഡ് കൂടെ കയറാൻ പറ്റില്ല. നമുക്ക് എന്തായാലും മുകളിൽ കയറിയിട്ട് ബാക്കി കാര്യം നോക്കാം ഗൈസ്. ചെക്കൻ ഞാൻ മെല്ലനെ ആ ടൈം കൊണ്ട് പുറത്ത് കയറി ഗൈസ്. നമുക്ക് ആ ആകാശമൊക്കെ നമുക്ക് ഗൈസ് അമ്മമാരി ഇത് നമുക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുക്കണമെന്നുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞാൽ കയറ്റി എടുക്കണം. ഇൻറ്റീരിയറൊക്കെ നോക്കി അമ്മമാരി ക്ലീനാണ്. എന്താ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ടൈം കൊണ്ടുപോയി നല്ല ഫുൾ ടാങ്ക് തന്നെ പെട്രോൾ അടിക്കണം. അപ്പോൾ നല്ലൊരു പമ്പ് നോക്കണം. അപ്പോൾ ആ പമ്പിൽ നിന്ന് പറ്റിയാണ് നമുക്ക് ഫോട്ടോസ് എടുക്കണം. വയസ്സ് നല്ലൊരു പമ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ മെല്ലെ കയറ്റാം. സെക്കൻഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെടുക. ഞാൻ എന്തായാലും ഇൻറ്റീരിയർ മെല്ലെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് ഇൻറ്റീരിയർ കാണിച്ചു തരാം. നമുക്ക് ആപ്പിൾ കാർപ്ലേ ഒക്കെ നോക്കാം. അമ്മമാരി അടിപൊളി വർക്കാണ് ഇവരൊക്കെ. നമുക്കിതൊന്നൊക്കെ സ്റ്റീരിയോ ചെയ്യുന്നു. അതൊക്കെ മാറ്റി ആപ്പിൾ കാർപ്ലേ ആക്കി. പാണ്ടാറ് നാവ് അങ്ങനെ വഴിയുന്നില്ലല്ലോ. ആപ്പിൾ കാർപ്ലേ ആക്കിയിട്ടുണ്ട്. അത് മാത്രം കൂടാണ്ട് ലൈറ്റൊക്കെ ചെക്കനെ കാണാൻ അമ്മമാരുടെ ലുക്കാണ്. ആ ഒരു റൂഫ് ലൈറ്റ് ഉണ്ടോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ലുക്ക്. നമ്മൾ കുറച്ച് നമ്മളെ വീലും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മുടെ ജോജി തമ്പി അണ്ണൻ്റെ ആ ഒരു ഇൻസ്പയർഡ് ചെയ്തിട്ട് വീലും കാര്യങ്ങൾ കയറ്റിയിട്ടുള്ളത്. ആ വീലും ഇതൊക്കെ നല്ല ഒരിതിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കിനി ബാക്ക് തുറക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുരങ്ങൻ്റെ ഇത് നമുക്ക് വണ്ടി ഇപ്പോൾ കൊടുത്തിട്ട് ഏകദേശം 2 ദിവസത്തിനോട് അവന്മാർ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരെ സമ്മതിക്കണം. നമ്മൾ പോളോ കൊടുത്തത് എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ അടിക്കാനാണ്. ഈ സ്പീഡ് വൈറ്റ് എന്നുള്ള യൂട്യൂബിൻ്റെ ഈ ഒരു സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട്. അത് ഫ്രണ്ടിലും ബാക്കിലും അടിക്കണം. അതിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ പോളോ റിവീൽ ചെയ്യണമെന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന വണ്ടിയാണ്. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ ആ ബാഗ് നോക്ക്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കുറേ കാലം ഞാൻ പറഞ്ഞു, ഒരാളെൻ്റെ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം ടാറ്റ, ബൈ ബൈ, സീ യു, ലവ് യു ആൾ.